2014 ഞാൻ കോമ്പറ്റീഷന് ഇറങ്ങുന്നത്. 2014 ഞാൻ 2-4 ഷോ ചെയ്തിട്ടുണ്ട്. അതിൽ മിസ്റ്റർ തൃശ്ശൂർ 60 കിലോ കാറ്റഗറിയിൽ ഫസ്റ്റ് അടിച്ചു. അതിനുശേഷം മിസ്റ്റർ കേരളയിൽ സെക്കൻഡ് അടിച്ചു, വെയ്റ്റ് കാറ്റഗറിയിൽ 60-ൽ. അതിനുശേഷം ഞാൻ ബോഡി ബിൽഡ് എന്നുള്ള ഫീൽഡ് അങ്ങോട്ട് മെല്ലെ ഒഴിയാണ് ഉണ്ടായത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് പഠിക്കണം, സ്റ്റഡി ചെയ്യണം. പഠിക്കാണ്ടൊരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ പാഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു ധാരണ വേണം. അത് നിങ്ങൾ ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്താണ് നിങ്ങളുടെ ജീവിത മാർഗം, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പാഷൻ, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ബോധം വേണം, ബേസെങ്കിലും വേണം. അപ്പോൾ ഞാനൊരു 10 കൊല്ലം സമയമെടുത്തു, അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തു. 3-4 ബുക്ക് ഞാൻ എഴുതി ഓരോന്ന് എന്തൊക്കെ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും, ഡാറ്റാസൊക്കെ എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും, എല്ലാ ഡാറ്റാസ് കളക്ട് ചെയ്ത് ഞാൻ കമ്പൈൻ ചെയ്തു. എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട് നോക്കി, എൻ്റെ ബോഡിയിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കി. അതിനുശേഷം ഞാൻ 2019 ജിം ഓപ്പണാക്കി. അതിനുശേഷം എൻ്റെ പരിപാടികൾ തുടങ്ങി. ഒരു 4 കൊല്ലം 5 കൊല്ലം ആകുമ്പോഴേക്കും കോമ്പറ്റീഷനുള്ള ഏകദേശം മൈൻഡ് സെറ്റായി തുടങ്ങി. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. 2024 ജനുവരിയിൽ കോമ്പറ്റീഷന് പോയി 60 കിലോ കാറ്റഗറിയിൽ തേർഡ് അടിച്ചു. ഇനി അതിലെന്താണ് എൻ്റെ ബോഡിയിൽ വീക്ക്നെസ് എന്ന് ഞാൻ കണ്ടുപിടിച്ചു, അതിന് മാറ്റം വരുത്തി. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ബോഡി ബിൽഡിങ്. ഇതൊരു 1 ടൈം ജോബോ അല്ലെങ്കിൽ സീസൺ ജോബോ വിൻ്റർ ആർക്കോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നുമല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ജേർണി. നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഓരോ പ്രാവശ്യം മാറ്റിക്കൊണ്ടേയിരിക്കണം, പെർഫെക്ഷൻ വരുത്തിക്കൊണ്ടേയിരിക്കണം, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. എനിക്ക് ഇപ്രാവശ്യം ഇറങ്ങിയപ്പോൾ എൻ്റെ ബോഡിയിലുള്ള വീക്ക്നെസ് ഏതാണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് മസിൽസ് ലെഗായിരുന്നു എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്, വീക്കായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ കാർബ് ലോഡ് ഞാൻ അടുത്ത അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ അതിൽ മാറ്റം വരുത്തി. കാർബ് ലോഡും കാര്യങ്ങളും കൃത്യമായിട്ട് ഇപ്പം തന്നെ നോക്കി വെച്ചു. പീക്കുകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു. അതിനുശേഷം ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ എന്താണ് എൻ്റെ എതിരാളികളുടെ ഒപ്പം, അല്ലാണ്ട് അവിടെ ജയിക്കണം എന്നുള്ള ചിന്താഗതി അല്ല നമുക്ക് വേണ്ടത്. എന്താണ് അവരോടൊപ്പം നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങൾ, എൻ്റെ കുറവുകൾ, അതിൽ നിന്ന് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ അവരുടെ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കുക. അത് നമ്മൾ കളക്ട് ചെയ്യുക നമ്മുടെ മൈൻഡിൽ, അത് അപ്ലൈ ചെയ്യുക. അടുത്ത ഷോക്ക് ഇറങ്ങാനായിട്ട് മുന്നേ എന്താണ് നമ്മുടെ വീക്ക്നെസ് ഉള്ളത്, അതിന് മാറ്റം വരുത്തുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണം. അതുകൊണ്ട് 1, 2, 3 കൊല്ലം കൊണ്ട് വരുന്ന സംഭവങ്ങളല്ല അതൊന്നും. നിങ്ങൾ കാണുന്ന ബോഡി ബിൽഡേഴ്സൊക്കെ കൊല്ലങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ട്, കൊല്ലങ്ങളായിട്ട് ഇതുപോലെ തരണം ചെയ്ത് എന്തൊക്കെയാണ് അവരുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ളത്, ബോഡിയിൽ മാറ്റം എന്താണ് വരുത്താനുള്ളത്, എല്ലാം നോക്കിയിട്ടാണ് അവർ ഈ നിലയ്ക്ക് എത്തിയത്. അവരുടെ ഇന്നൊന്നിലും എത്തിയതൊന്നല്ല അവർ. എപ്പോഴും അത് ചിന്തിക്കുക. നിങ്ങൾ മത്സരബുദ്ധിയുടെ പകരം നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, പെർഫെക്റ്റ് ആക്കാൻ പറ്റും, എന്തൊക്കെയാണ് വീക്ക് എന്നുള്ളത് കണ്ടുപിടിച്ച്, ഏത് പെർഫെക്റ്റ് വർക്കൗട്ടാണ് നിങ്ങൾക്ക് മാച്ച് ആവണത്, ഏതൊക്കെ റിക്കവറിയാണ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുന്നത്, ഏതൊക്കെ ഭക്ഷണ രീതിയാണ് നമ്മൾ നോക്കേണ്ടത്, ഏതൊക്കെ ന്യൂട്രീഷനാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തൊക്കെ കേപ്പബിൾ ആണ് എന്നുള്ളതൊക്കെ നോക്കണം. അതാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. ഓക്കെ.